കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിന്റെ 193-ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറെ നാളുകള് കുറച്ചധികം വർഷങ്ങളായിട്ട് ഈ ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാം ഇങ്ങനെ കർത്താവിന്റെ വലിയ കൃപയാതെ ഇങ്ങനെ നടത്തുവാനായിട്ട് ഇതിന്റെ സംഘാടകരെ കർത്താവ് സഹായിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം. ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ജോസഫ് പനശ്ശേങ്കിളാണ്. ഇന്നത്തെ നമ്മളുടെ പഠനത്തിനായുള്ള വിഷയം പ്രവചനവചനത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രവചനത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്ക് പഴയ നിയമകാലത്തെ പ്രവാചകന്മാരെയൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അവര് വളരെ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ പുതിയ നിയമകാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രവചനവചനത്തിന് എന്താണ് പ്രസക്തി എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അതിനോടൊപ്പം തന്നെ എന്താണ് പ്രവചനം, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമകാലത്തെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രവചനമാണോ പുതിയ ഈ നമ്മുടെ ഇന്നത്തെ കാലത്തെ പ്രവചനം എന്നുള്ള കാര്യം, അത് എന്താണെന്ന് വയ്ക്കാം. ആരാണ് പ്രവാചകന്മാര് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രവചനങ്ങള്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവചന വരം എന്തിനു വേണ്ടിയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനായിട്ട് അതില് ഏറ്റവും പ്രാഗൽഭ്യമുള്ള ജോസഫ് പനശ്ശേങ്കിള് ഇന്ന് നമുക്ക് വേണ്ടി ആ വിഷയത്തെക്കുറിച്ച് കർത്താവിനെ ആശ്രയിച്ച് നമ്മളെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്കിളിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് പ്രിയ ജോസഫ് പനശ്ശേങ്കിൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതോടൊപ്പം അത് നമ്മൾ ഇനി നമ്മളുടെ മുന്നോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഈ കൃപാവരങ്ങളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ദൈവനാമത്വത്തിനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലായി തീരുന്നതിനായിട്ടും നമുക്ക് ശ്രദ്ധയോടുകൂടെ ഈ ക്ലാസ്സിനെ നമുക്ക് ശ്രമിക്കാം. ജോസഫ് പനശ്ശേങ്കിളിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരുവാനും ദൈവവചനം പഠിക്കുവാനുമുള്ള ഒരു വിലയേറിയ അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. നാം ഇന്ന് പഠനത്തിനായിട്ട് ചർച്ചയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രവചനവരം. പ്രവചനവരത്തിന്റെ ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നത് സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. പ്രവചനവരത്തെ കുറിച്ചുള്ള പഠനം പുതിയ നിയമത്തില് ആത്മീക വരങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തിന്റെ ഒരു ഭാഗമാണ്. പരിശുദ്ധാത്മ വിജ്ഞാനീയത്തില് കൃപാവരങ്ങൾ, ആത്മീക വരങ്ങൾ എന്ന ഒരു പ്രധാന ഭാഗം തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പ്രവചനവരത്തെ കുറിച്ച് നാം ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റ് വരങ്ങളെ പോലെ തന്നെ ക്രൈസ്തവ ലോകത്ത് വളരെയധികം ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒരുപക്ഷെ പല നിലയിലുള്ള തെറ്റിദ്ധാരണകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഒക്കെ ഇടയായി തീർന്നിട്ടുള്ള ഒരു പഠന വിഷയമാണ് പ്രവചന വരത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന പഠനവും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഒരു അവതരണത്തിന് ശേഷം നമുക്കത് സമഗ്രമായി വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിനൊരു ആമുഖം എന്ന നിലയിലുള്ള ഒരു അവതരണമാണ് ഈ സമയത്ത് നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവചനവരത്തെ കുറിച്ചുള്ള പഠനത്തിൽ പ്രാരംഭമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ് വരം എന്നുള്ളതാണ്. ആത്മീക വരങ്ങൾ, കൃപാവരങ്ങൾ എന്നാണ് പുതിയ നിയമത്തില് വരങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പല സ്ഥലങ്ങളില് കൃപാവരങ്ങൾ എന്നുള്ള
പദപ്രയോഗം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പുതിയ നിയമത്തിലെ ഗ്രീക്ക് ഭാഷയിലുള്ള 2 വാക്കുകളുടെ പരിഭാഷയാണ് ആത്മീക വരങ്ങളെന്നും കൃപാവരങ്ങളെന്നും പരിഭാഷ ചെയ്തിരിക്കുന്നത്. ന്യൂമാറ്റിക്കോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ പരിഭാഷയാണ് ആത്മീക വരങ്ങൾ എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് പരിഭാഷ ചെയ്തിരിക്കുന്നത്. അവിടെ അതിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് ആത്മസംബന്ധമായത് എന്ന ആശയമാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മവരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്, ആത്മാവിൽ നിന്നുള്ളതാണ് എന്ന ആശയത്തിലാണ് ആത്മസംബന്ധമായ എന്ന അർത്ഥത്തിൽ ആത്മീക വരങ്ങൾ എന്ന് അവിടെ പരിഭാഷ ചെയ്തിരിക്കുന്നത്. 2-ാമത്തെ പ്രധാന വാക്ക് കരിസ്മ എന്നുള്ള വാക്കാണ്. അതിൽ നിന്നാണ് ഈ കരിസ്മാറ്റിക് എന്ന് പറയുന്നതായിരിക്കുന്ന പദം വന്നത് എന്ന് നമുക്കറിയാം. കരിസ്മാറ്റിക് എന്നുള്ള പദം അതിൽ നിന്നാണ് വന്നത്. അതിനർത്ഥം കൃപാദാനം അല്ലെങ്കിൽ കൃപാവരം എന്നൊക്കെയാണ് ആ വാക്ക് പരിഭാഷ ചെയ്തിരിക്കുന്നത്. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥവ്യത്യാസമുള്ള ഒരു വാക്കാണ് കൃപാവരം എന്നുള്ള വാക്ക്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് ആത്മീക വരങ്ങൾക്ക് വേണ്ടി കൃപാവരം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ റോമാലേഖനം 6:23 കൃപാവരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപാവരമോ നിത്യജീവൻ എന്ന് പറയുന്നതായിരിക്കുന്ന അവിടെ കൃപാവരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ആത്മീക ദാനം എന്നുള്ള ആശയത്തിലാണ്. നിത്യജീവൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാണ് എന്ന അർത്ഥത്തിലാണ്. അതുപോലെ ഒരാള് വിവാഹം കഴിക്കുന്നതും വിവാഹം കഴിക്കാതിരിക്കുന്നതും കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. കൃപാവരം എന്നുള്ള വാക്ക് വ്യത്യസ്തമായ അർത്ഥത്തില് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും ആത്മീക വരങ്ങളെ കുറിച്ച് തന്നെ പറയാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ആത്മീക വരം എന്ന് പറഞ്ഞാൽ സഭയുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം സഭാംഗങ്ങൾക്ക് നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളാണ്. പ്രവചനവരമെന്നും അന്യഭാഷാവരമെന്നും ശുശ്രൂഷാവരമെന്നും ഒക്കെ പറയുന്നത് സഭയിലെ സഭാംഗങ്ങളുടെ ആത്മീക അഭിവൃദ്ധിക്കും പ്രയോജനത്തിനും ആയിട്ട് ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസികൾക്ക് നൽകുന്ന കഴിവുകളാണ്. അത് വിശ്വാസികളുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതായ കാര്യമല്ല. ഒരാള് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമകനാണ് എന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് കൃപാവരങ്ങൾ എല്ലാവർക്കും നൽകുന്നത്. ആത്മീകമായിരിക്കുന്ന വളർച്ചയുടെയോ പുരോഗതിയുടെയോ അടിസ്ഥാനത്തിലുമല്ല. രക്ഷിക്കപ്പെട്ട ഒരാളാണ് എന്ന നിലയിൽ ഒരു സഭയുടെ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന വ്യക്തികൾക്ക് സഭയുടെ ശുശ്രൂഷകൾക്കായി ദൈവം നൽകുന്ന വരങ്ങളാണ് കൃപാവരങ്ങൾ. അങ്ങനെയുള്ള വരങ്ങളിൽ പെട്ട ഒരു പ്രത്യേക വരമാണ് പ്രവചനവരം എന്നുള്ള വരം. പുതിയ നിയമത്തിൽ ഇത് സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ പ്രവചന വരം എന്ന അർത്ഥത്തില് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പ്രവചനവും പ്രവാചകന്മാരെ സംബന്ധിച്ചുമൊക്കെ പഴയ നിയമത്തിൽ നമുക്ക് കാണാം. ദൈവസഭയുടെ മധ്യത്തിൽ ദൈവം വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവാണ് പ്രവചനവരം. അതോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രവചനം എന്നുള്ള ആ വാക്കിന്റെ മലയാളത്തിലുള്ള ആ വാക്കിന്റെ റൂട്ട് അനുസരിച്ചുള്ള അർത്ഥം എന്ന് പറയുന്നത് പ്രഭാഷണം അല്ലെങ്കിൽ വാഗ്മിത്വം, പ്രഖ്യാപനം എന്നിങ്ങനെയുള്ള അക്ഷരാർത്ഥമാണ് അതിന് നൽകുന്നത്. സന്ദർഭം അനുസരിച്ച് ഈ ആശയങ്ങള്
സാധാരണ ഭാഷയിൽ ഉപയോഗിക്കും. അപ്പൊ അതൊക്കെ പ്രവചനം എന്ന് പരിഭാഷ ചെയ്യാവുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ പ്രവചനം എന്ന വാക്കിന്റെ പരിഭാഷകളായിട്ട് പരിഭാഷ ചെയ്യാം. ഗ്രീക്കില് പ്രൊഫേറ്റിയ എന്ന പദത്തിൽ നിന്നാണ് പ്രവചനം എന്ന വാക്ക് വരുന്നത്. പ്രോഫറ്റ് എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്നാണ് വരുന്നത്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുക, അതാണ് അതിന്റെ ഒരു അടിസ്ഥാന അർത്ഥം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പുതിയ നിയമത്തില് അല്ലെങ്കിൽ ബൈബിളിൽ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ് പ്രവാചകൻ. ദൈവത്തിന് പകരം മനുഷ്യരോട് സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് പ്രവാചകൻ എന്ന നിലയിലുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത്. സാധാരണ ലോകത്തിലുള്ള മനുഷ്യരും പ്രവാചകൻ എന്ന വാക്ക് ആ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മറ്റ് മതപരമായ മേഖലയിൽ പ്രവാചകൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അവരും ദൈവത്തിൽ നിന്ന്, ദേവന്മാരിൽ നിന്നുള്ള പ്രത്യേക അരുളപ്പാടുകൾ പറയുന്ന ആളുകൾ എന്ന ആശയത്തിൽ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ പ്രചോദിതമായി ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ആളുകൾക്ക് വരാം. സാധാരണ നിലയിൽ ചിന്തിക്കുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് പ്രവചനം. അത് ഈ കാലാവസ്ഥ പ്രവചനം എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു ആശയമാണ് പലപ്പോഴും ലോകത്തിലുള്ള ആളുകൾ അതിന് നൽകാറുള്ളത്. എന്നാൽ ബൈബിൾ പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ പ്രചോദിതമായി ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ആ പ്രവൃത്തിക്കാണ് പ്രവചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്തുന്ന, അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ പ്രവചനം എന്ന് പറയാം. അപ്പൊ പ്രവചനത്തിന്റെ ഉള്ളടക്കത്തിൽ ബൈബിളിന്റെ ആശയത്തിൽ പ്രവചനത്തിന്റെ ഉള്ളടക്കത്തില് സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടാം. അതായത് ഭൂതകാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പ്രവചനത്തിന്റെ ഭാഗമായിട്ട് വരാം. ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പല കാര്യങ്ങളും ദൈവത്തിന്റെ ജനത്തെ ദൈവം ഓർപ്പിക്കുന്നതിന് പ്രവചനം എന്ന് പറയാം. അതുപോലെ വർത്തമാനകാലത്ത് ദൈവജനത്തിന്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ ലോകത്തിലെ ജനത്തിന്റെ മധ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന പ്രസ്താവനകളെ പ്രവചനം എന്ന് പറയാനായിട്ട് സാധിക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും പ്രവചനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ആ നിലയിൽ എന്താണ്, അതെല്ലാം പ്രവചനമാണ്. ഭൂത, ഭാവി, വർത്തമാന കാലങ്ങളെല്ലാം പ്രവചനത്തിന്റെ ഭാഗമായി പ്രവാചകന്മാരെ സംസാരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഉറപ്പിച്ച് ശക്തമായി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ്, അങ്ങനെ പ്രസ്താവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്നതുകൊണ്ട് ബൈബിള് അർത്ഥമാക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ പ്രവചന വരവും പ്രവാചകന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ്? പഴയ നിയമ പ്രവാചകന്മാരെ പോലെ തിരുവെഴുത്തില് വളരെ ആധികാരിക വക്താക്കളായിരുന്നില്ല പുതിയ നിയമ പ്രവാചകന്മാർ എന്നാണ് പ്രവാചകന്മാരെ കുറിച്ചുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിലൂടെയാണ് ദൈവം വെളിപ്പാടുകള് നമുക്ക് നൽകിയതും അങ്ങനെ നൽകിയതായിരിക്കുന്ന വെളിപ്പാടുകൾ രേഖയാക്കിയതും. ഇപ്പൊ പഴയ നിയമ പ്രവാചകന്മാരാണ് പഴയ നിയമത്തിന്റെ ആധികാരിക വക്താക്കൾ എന്ന് നമുക്ക് പറയാനായിട്ടും മനസ്സിലാക്കാനായിട്ടും സാധിക്കും. പഴയ നിയമത്തെ സാധാരണ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമം എന്ന ആശയത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മോശയാണ് യഥാർത്ഥത്തിൽ വെളിപ്പാടുകളുടെ ഒരു അടിസ്ഥാനമിട്ട വ്യക്തി. മറ്റു പ്രവാചകന്മാരൊക്കെ ആ അടിസ്ഥാനത്തിൽ നൽകുന്നതായിരിക്കുന്ന വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഒക്കെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ പഴയ നിയമം എന്ന അർത്ഥത്തിൽ നമുക്കതിനെ
മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. പുതിയ നിയമത്തില് അവർക്ക് തുല്യരായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരെയുമാണ്. അതായത് ഈ പ്രവചനത്തിന്റെ കാര്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുമാണ് പുതിയ നിയമത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടതായിരിക്കുന്ന സത്യങ്ങളുടെ ഒരു സ്ഥിരീകരണവും വ്യാഖ്യാനവുമാണ് അപ്പോസ്തോലന്മാർ നൽകിയത് എന്ന് നമുക്ക് പറയാം. പഴയ നിയമവും പുതിയ നിയമവും പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരുമാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അത് തിരുവെഴുത്തിനോട് 100% യോജിക്കുന്ന കാര്യമാണ്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തോലന്മാർ മുഖാന്തരം കർത്താവൻ രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. ഇപ്പൊ പ്രവചനവും പ്രവാചകന്മാരും അത് തമ്മില് ഒരു വലിയ ബന്ധമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ വെളിപ്പാടുകൾ ലഭിച്ചു, അവ രേഖയാക്കി. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ പുതിയ നിയമങ്ങളെ കുറിച്ചാണ് ഈ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റ വാക്കി പറഞ്ഞാൽ ബൈബിളിനെ മൊത്തം പ്രവാചകന്മാരും അപ്പോസ്തോലന്മാരും എന്ന് വിവക്ഷിച്ചാൽ അത് ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിലൂടെയും പുതിയ നിയമം അപ്പോസ്തോലന്മാരിലൂടെയുമാണ് നമുക്ക് നൽകിയത്. അപ്പോൾ ദൈവിക വെളിപ്പാടിന്റെ തിരുവെഴുത്തിന്റെ ആധികാരിക വക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ് പഴയ നിയമത്തിന്റെ ആധികാരിക വക്താക്കൾ. പുതിയ നിയമത്തിലെ അപ്പോസ്തോലന്മാരാണ്. യേശുക്രിസ്തു മുഖാന്തരം സംസാരിച്ച വചനം അവരിലൂടെയാണ് സ്ഥിരീകരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ സഭയുടെ ഉപദേശത്തെ അപ്പോസ്തോലിക ഉപദേശം എന്ന് പറയാനുള്ള കാരണം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുതിയ നിയമ വെളിപ്പാടുകളെ സംബന്ധിച്ചുള്ള ഉപദേശം എന്ന് തന്നെയാണ്. അപ്പോസ്തോലന്മാരാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമ സഭയുടെ അടിസ്ഥാനമായി വരുന്ന ആളുകൾ. പുതിയ നിയമസഭയുടെ വിശ്വാസത്തിന്, പുതിയ നിയമസഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് അടിസ്ഥാനമിട്ടത് അപ്പോസ്തോലന്മാരാണ്. അപ്പൊ അപ്പോസ്തോലന്മാരാണ് ആധികാരികമായിരിക്കുന്ന വക്താക്കൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമത്തിലെ പ്രവചന വരത്തിന് തിരുവെഴുത്തുകളുടെ അത്രയും ആധികാരികതയോ അപ്രമാദിത്വമോ സഭ നൽകിയിരുന്നില്ല എന്നാണ് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. പഴയ നിയമ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രവചനങ്ങൾ ശ്രദ്ധിച്ചാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവ കൽപ്പനയായി തന്നെ കേൾവിക്കാർ അത് സ്വീകരിക്കണമായിരുന്നു. ആ നിർബന്ധം അതിനുണ്ട്. എന്നാൽ പുതിയ നിയമകാലത്ത് പ്രവചിക്കുമ്പോൾ, പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അത് വിവേചിച്ചറിയണം എന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെയുള്ള മറ്റ് ചില വാക്യങ്ങളിൽ നിന്നും അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അപ്പോസ്തോലിക അംഗീകാര മുദ്ര ഇല്ലാത്തതായിരിക്കുന്ന ഇതൊന്നും തിരുവെഴുത്തായിട്ട് പുതിയ നിയമകാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പൊ പ്രവാചകന്മാരൊരു പ്രവചനം നടത്തുമ്പോൾ ആ പ്രവചനത്തെ അപ്പോസ്തോലിക ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലും പഴയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും വിവേചിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പുതിയ നിയമ പ്രവചനത്തിന്റെ ഒരു ന്യൂനത എന്നല്ല, പുതിയ നിയമ പ്രവചനത്തിന്റെ ആധികാരികതയെ പഴയ നിയമ പ്രവചനം പോലെ സ്വീകാര്യമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊരു പ്രവചനവും തിരുവെഴുത്തുകൾക്കും അപ്പോസ്തോലിക ഉപദേശത്തിനും വിരുദ്ധമാണോ എന്ന് നോക്കി അത് സ്വീകരിക്കുകയോ അത് തള്ളിക്കളയുകയോ ചെയ്യണം എന്ന നിലയിലാണ് പുതിയ നിയമ പ്രവചനങ്ങളെ സഭ കരുതിയിരുന്നത്. സഭ അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരുന്നത്. ലിഖിതമായിരിക്കുന്ന വചനമാണ് ഏറ്റവും ആധികാരികമായിരിക്കുന്ന കാര്യം. അതാണ് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പഴയ നിയമകാലത്ത് കള്ളപ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സത്യപ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കാരണം ദൈവിക പ്രവാചകന്മാരെ അരുളി ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളായിട്ട് തന്നെ സ്വീകരിക്കണമായിരുന്നു. ആ നിലയിൽ അംഗീകരിക്കുകയും തിരുവെഴുത്തുകളായി തന്നെ അവ പിൽക്കാലത്ത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നാം കാണുന്നത്. എന്നാൽ പുതിയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ പരിശോധിക്കുകയും അപ്പോസ്തോലിക ഉപദേശങ്ങളോടുള്ള യോജിപ്പിൽ അതിനെ വിലയിരുത്തുകയും ചെയ്യണമായിരുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ നിയമ പ്രവാചകന്മാർ തിരുവെഴുത്തുകളുടെ ആധികാരിക വക്താക്കളായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോസ്തോലന്മാരാണ് തിരുവെഴുത്തുകളുടെ ആധികാരിക വക്താക്കളായിരുന്നത് എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് ഗ്രഹിക്കാം. പ്രവചനപരത്തിന്റെ ചില സവിശേഷതകൾ നമുക്ക് തുടർന്നുള്ള അല്പസമയം ചിന്തിക്കാം. പ്രവചനപരത്തിന് ചില സവിശേഷതകൾ ഉള്ളതായി പ്രവചനപരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വെളിപ്പാടും പ്രവചനവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വെളിപ്പാടും പ്രവചനവും ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കുന്ന പലരും ഉണ്ട്. അതായത് വെളിപ്പാടില്ലെങ്കിൽ പ്രവചനം ഇല്ല, പ്രവചനം വെളിപ്പാട് തന്നെയാണ് എന്ന നിലയിൽ ചിന്തിക്കുന്നവരായ ആളുകളുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്നുള്ളത് സൂക്ഷ്മമായ പരിശോധനയിൽ നമുക്ക് മനസ്സിലാവും. വെളിപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോകാലിപ്സിസ്, മറ നീക്കി കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് ദൈവത്തിൽ നിന്ന് അറിവ് ലഭിക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ദൈവിക വെളിപ്പാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച്, ദൈവിക പരിപാടിയെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള അറിവ്, ആ അറിവ് നമുക്ക് ലഭിക്കുന്ന ഒരു മുഖാന്തരമായിട്ടാണ് വെളിപ്പാടിരിക്കുന്നത്. ഈ വെളിപ്പാടിന് ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. വെളിപ്പാട് എപ്പോഴും ശരിയായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ്. മുമ്പ് മറഞ്ഞിരുന്നതോ മനുഷ്യരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതോ ആയ ഒരു കാര്യം അഥവാ ഒരു സത്യം ദൈവം ആളുകൾക്ക് തുറന്ന് നൽകുന്നതാണ് യഥാർത്ഥത്തിൽ വെളിപ്പാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ നിലയിൽ ബൈബിള് ദൈവത്തിന്റെ വെളിപ്പാടാണെന്ന് നമുക്ക് പറയാം. കാരണം ദൈവം മനുഷ്യർക്ക് മറ്റു രീതികളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ അങ്ങനെയുള്ള വെളിപ്പാടുകളുടെ ഒരു രേഖപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ബൈബിളിനെ പൊതുവെ പ്രവചന പുസ്തകം എന്നും പറയാറുണ്ട്. കാരണം വെളിപ്പാടുകൾ ലഭിച്ചത് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എഴുത്തുകളിലൂടെ അത് പ്രവചിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ബൈബിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ വസ്തുതകൾ അറിയുക എന്നുള്ളതാണ് വെളിപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നതായ കാര്യം. ഉദാഹരണത്തിന് ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്ത് വെച്ച് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് കർത്താവിനെ കുറിച്ച് ഒരു വെളിപ്പാട് പറയുന്നുണ്ട്. എന്താണ് ആ വെളിപ്പാട്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. അപ്പൊ ആ സത്യം പത്രോസിന് ലഭിച്ചത് വെളിപ്പാട് വഴിയാണ്. കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി എന്നാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന ആ സത്യം പത്രോസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് പത്രോസ് പ്രസ്താവിച്ചില്ലെങ്കിലും ആ വെളിപ്പാടിലൂടെ ആ സത്യം പത്രോസിന് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് വെളിപ്പാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വെളിപ്പാട് എന്നുള്ള വാക്ക് സാങ്കേതികമായ അർത്ഥത്തിലും പൊതുവായിരിക്കുന്ന അർത്ഥത്തിലും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പുതുതായിട്ട് വെളിപ്പെടുത്തി കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടുന്ന, പുതുതായിട്ട് ദൈവം വെളിപ്പെടുത്തി നൽകുന്നതായ അറിവുകൾ, അതിനെ സാങ്കേതിക അർത്ഥത്തിൽ വെളിപ്പാടുകളെന്ന് നമുക്ക് പറയാം. എന്നാൽ മുമ്പ് വെളിപ്പെടുത്തി കിട്ടിയ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവിനെ പൊതുവായ അർത്ഥത്തിലുള്ള വെളിപ്പാടുകളെന്ന് നമുക്ക് പറയാം. ഈ രണ്ടർത്ഥത്തിലും പുതിയ നിയമത്തിൽ വെളിപ്പാട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് എഫേസ്യ ലേഖനം 1:7 അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരേണ്ടതിന് എന്ന് പറയുന്നു. അത് തിരുവെഴുത്തുകളെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക്
ലഭിക്കണം എന്ന ആശയത്തിലാണ് അവിടെ വെളിപ്പാട് എന്ന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ എഫെസ്യ ലേഖനം 3:3 എന്താണ് വെളിപ്പാടിലൂടെ എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം അതൊരു പുതിയ വെളിപ്പാടാണ്. ഒരു പുതിയ വെളിപ്പാടിലൂടെ ഒരു ഒരു സത്യം, ഒരു അറിവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പൊ ഈ രണ്ട് അർത്ഥത്തിലും വെളിപ്പാട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് പ്രവാചകന്മാര് ഈ രണ്ട് നിലയിലുള്ള വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവചനവരം ഉപയോഗിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. രണ്ടും ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന വെളിപ്പാടുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് മുന്നമേ വെളിപ്പെടുത്തിയതായിരിക്കുന്ന തിരുവെഴുത്തുകൾ, രണ്ട് അതിനോട് ചേർന്ന് ദൈവം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന പുതിയ വെളിപ്പാടുകൾ. അത് തിരുവെഴുത്തിന് തുല്യം തന്നെ ആധികാരികത ഉള്ളതാണ്. എന്നാൽ അത് അപ്പോസ്തോലിക അംഗീകാര മുദ്രയിലാണ് അത് തിരുവെഴുത്തിന്റെ ഭാഗമായിട്ട് തീരുന്നത്. അപ്പൊ ആ നിലയിലുള്ള വെളിപ്പാടുകൾ നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ റോമാലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം പ്രവചിക്കണം എന്ന് പൗലോസ് പറയാനുള്ള കാരണം. എന്ന് പറഞ്ഞാൽ നേരത്തെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്കൊത്തവണ്ണമാണ് പ്രവചന വരം ഉപയോഗിക്കേണ്ടത്. പ്രവചിക്കുന്ന ആളുകൾ, ആ വരമുള്ള ആളുകൾ വിശ്വാസത്തിനൊത്തവണ്ണം പ്രവചിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരർത്ഥത്തിലാണ്. മുൻ തിരുവെഴുത്തുകളുടെയും അപ്പോസ്തോലിക ഉപദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രവചനവരം ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പ്രവചിക്കേണ്ടത്. മുമ്പുള്ള തിരുവെഴുത്തുകളും അപ്പോസ്തോലിക ഉപദേശങ്ങൾക്കും അനുസരിച്ച് പ്രവചിക്കുന്നവൻ മാത്രമേ, അങ്ങനെ പ്രവചിക്കുവാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, പ്രവാചകന്റെ വാക്കുകൾ മറ്റൊരുത്തൻ വിവേചിക്കണമെന്നും പ്രവചനം തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്നും പറയുന്നതും ഈ കാരണം കൊണ്ട് തന്നെയാണ്. കൊരിന്ത്യർ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവചനത്തിന് എപ്പോഴും പുതിയ വെളിപ്പാടുകൾ ലഭിക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരാള് പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ വെളിപ്പാട് കൊണ്ട് പ്രവചിക്കുന്ന പ്രവചനം, അല്ലെങ്കിൽ എന്താണ് പൊതുവായിരിക്കുന്ന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രവചനങ്ങൾ, ഈ പ്രവചനങ്ങളെല്ലാം പരിശോധന വിധേയമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാടുകൾ അത് പ്രസ്താവിക്കുന്നതാണ് പ്രവചനം. അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രവചനം വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണമാകുമ്പോൾ അത് വിശ്വാസത്തിനനുസരിച്ചാണ് പ്രവാചകൻ അത് നൽകേണ്ടത്, അത് ചെയ്യേണ്ടത് എന്നാണ് പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒരാള് പ്രവചിക്കണമെങ്കിൽ പുതിയ വെളിപ്പാട് കിട്ടണമെന്ന് നിർബന്ധമില്ല. തിരുവെഴുത്തുകളുടെ വെളിച്ചത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? പ്രവചിക്കാം. അങ്ങനെ പ്രവചിക്കുമ്പോൾ അത് വിശ്വാസത്തിനൊത്തോണം ആയിരിക്കണം. അപ്പോ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് ദൈവം നൽകിയ ദൈവഹിതപ്രകാരമുള്ള വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ്, അതിന്റെ വിശദീകരണങ്ങളും ഒക്കെ പ്രവാചകൻ നടത്തുന്നതായിരിക്കുന്ന ആ പ്രഖ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവചനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വെളിപ്പാടുകൾ എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് മാത്രമേ ആദ്യ നൂറ്റാണ്ടിൽ ലഭിച്ചുള്ളൂ എന്ന് പറയാനായിട്ടും നമുക്ക് സാധിക്കില്ല. ഇപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളും വെളിപ്പാട് പ്രാപിച്ച അന്യഭാഷയിൽ ദൈവത്തിന്റെ ആലോചനകൾ പങ്കുവെക്കുന്ന ഒരു രീതി ആദ്യകാലത്തുണ്ട്. അതിന്റെ കാരണം അത് വെളിപ്പാടുകളുടെ ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലത്ത് ആ നിലയിലുള്ളതായിരിക്കുന്ന വെളിപ്പാടുകൾ ലഭിച്ചും പ്രവചിക്കുന്ന പ്രവാചകന്മാരുണ്ട്, മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോ പ്രവചനം എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായി വ്യക്തമായും ഉറപ്പായും പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവചനം. പ്രവചനവരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവചനവരം, അങ്ങനെയുള്ള ആ വരം ഉപയോഗിച്ച് പ്രവചനങ്ങൾ നടത്തുമ്പോൾ പ്രവചനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആത്യന്തികമായ ലക്ഷ്യം സഭയുടെ മധ്യത്തില് പ്രവചനവരം ഉപയോഗിച്ച് പ്രവചിക്കുമ്പോൾ
അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് സഭയെ പണിതുയർത്തുക എന്നുള്ളതാണ്. ആത്മീക വർധനയ്ക്കാണ്, സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് അത് നൽകിയിരുന്നത്. സഭയിലുള്ള വിശ്വാസികളെ ആത്മീകമായി വളർത്തുക, ആത്മീകമായി പണിതുയർത്തുക എന്ന ആശയത്തിലാണ് ഈ ആത്മീക വർധന എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ കൃപാവരങ്ങളുടെയും ഉദ്ദേശം അത് തന്നെയായിരുന്നു. ആ ഉദ്ദേശം നടക്കാത്ത കൃപാവരങ്ങൾ സഭയിൽ പ്രയോജനരഹിതമാണ്. അപ്പോൾ ആ പ്രവചനവരത്തിന്റെയും ഉദ്ദേശം അത് തന്നെയാണ്. സഭയുടെ ആത്മീക വർധനയ്ക്കാണ് കൃപാവരങ്ങൾ നൽകിയിരുന്നത്. അതിനുവേണ്ടി പ്രബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശിക്കുകയും അതുപോലെ തന്നെ വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് പ്രവാചകന്റെ ധർമ്മമായിട്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അത് പ്രവാചകന്റെ ജോലിയാണ്. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 3-ാം വാക്യം, 24-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം, ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്മാരുടെ ധർമ്മം എന്തായിരുന്നു, പ്രവാചകന്മാരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ആ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഭയെ പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുക എന്നുള്ളതും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും അതുപോലെ ദൈവവചന സത്യങ്ങൾ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതും വിശ്വാസ സഭയുടെ മധ്യത്തിൽ പാപബോധം വരുത്തുക എന്നുള്ളതും യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും ഒക്കെ പ്രവചന വരത്തിന്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭയെ ദൈവപരിജ്ഞാനത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസികളുടെ കഴിവിലും ഒക്കെ പണിതുയർത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രവചനവരം എന്നുള്ളതായിരുന്ന വരം നൽകിയത്. മറ്റെല്ലാ വരങ്ങൾക്കും ആ തരത്തിലുള്ളതായിരിക്കുന്ന ലക്ഷ്യമുണ്ട്. എന്നാൽ പ്രവചനവരത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പ്രവചനവരത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവചനവരത്തിന്റെ ഉപയോഗ ക്രമങ്ങളെ കുറിച്ചും പുതിയ നിയമത്തിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന്റെ 29 മുതൽ 39 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പ്രവചനവരത്തിന്റെ ഉപയോഗക്രമം അത് സഭായോഗങ്ങളിൽ എങ്ങനെയാണ് പ്രവചനവരം ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യ സഭയില് അനേക പ്രവാചകന്മാർ ഉണ്ടായിരുന്നു എന്ന നിലയിലാണ് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന കാര്യത്തിൽ അവരുടെ ഇടയിൽ വലിയ മത്സരങ്ങൾ നടന്നിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് ഈ വരങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത് എന്ന് പൗലോസ് 14-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ പ്രവചനവരത്തിന്റെ വിശദീകരണത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവചന ശുശ്രൂഷയ്ക്ക് ചില ക്രമീകരണങ്ങൾ ആദ്യ നൂറ്റാണ്ടിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ പ്രചോദിതമായി നൽകുന്നുണ്ട് എന്ന് നമുക്കറിയാം. പ്രവാചകന്മാരുടെ ആലോചനകളും വചനങ്ങളും പൗലോസ് അപ്പോസ്തലന്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരുന്നത് എന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 2-3 പേർ മാത്രമേ ഒരു സഭായോഗത്തിൽ പ്രവചന ശുശ്രൂഷ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരേ സമയത്ത് ഒരാൾ മാത്രമേ പ്രവചിക്കാവൂ. എന്നാൽ ഒരു യോഗത്തിൽ 2-3 പേർ, ഏറിയാൽ 2-3 പേർ എന്നാണ് പറയുന്നത്. ഒരാൾ പ്രവചിക്കുമ്പോൾ മറ്റൊരാൾ പ്രവചിക്കരുത്. എപ്പോഴും ഒരാളാണ് ചെയ്യേണ്ടത്. ഒരാൾ ഇരുന്ന് കഴിയുമ്പോഴാണ് അടുത്ത ആൾക്ക് അതിനുള്ള അവസരം നൽകിയിരുന്നത്. അങ്ങനെ വളരെ ക്രമമായിട്ടുള്ള ഒരു പ്രവചന ശുശ്രൂഷയ്ക്കാണ് അപ്പോസ്തലനായ പൗലോസ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നത്. കൊരിന്ത്യരുടെ ഇടയിൽ അതിൽ നിന്നൊക്കെ വളരെ വികലമായ തരത്തിലാണ് അവര് പ്രവചന വരം ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ചുള്ള പല മത്സരങ്ങളും അവരുടെ മധ്യത്തിൽ നടന്നതുകൊണ്ടാണ്, അലങ്കോലം ഉണ്ടായതുകൊണ്ടാണ് പൗലോസ് ഈ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം. രണ്ടാമത്, കേൾക്കുന്നവരായിരിക്കുന്ന വിശ്വാസികൾ, പ്രത്യേകിച്ച് പ്രവചന ശുശ്രൂഷകന്മാരോ അല്ലെങ്കിൽ വിവേചന വരമുള്ളവരോ സംസാരിക്കുന്നവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിക്കണം. അങ്ങനെ അതവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിവേചിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിയല്ലാത്ത കാര്യങ്ങളും പറയാനുള്ളതായിരിക്കുന്ന സാധ്യത, പ്രവാചകന്മാർ പറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ പിന്നെ വിവേചിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. വെളിപ്പാടിനെ നമ്മൾ വിവേചിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. കാരണം വെളിപ്പാടെന്ന് പറയുന്നത്
ദൈവം നൽകുന്ന വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. അതൊരു സത്യമാണ്. എന്നാൽ ആ സത്യത്തെ വിശദീകരിക്കുന്ന അവസരത്തിൽ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ പ്രവാചകന്മാരുടെ ശുശ്രൂഷയിൽ അത് വിവേചിച്ച് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കണം. അതായത് മുൻ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും അപ്പോസ്തോലിക ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലും ശരിയോ തെറ്റോ എന്ന് വിവേചിക്കാനുള്ള ഉത്തരവാദിത്വം കേൾവിക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്, ഒരാൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ബോധ്യമായാൽ അത് അക്കാര്യം അദ്ദേഹത്തെ സൂചിപ്പിക്കുകയും സംസാരിച്ചുകൊണ്ടിരുന്ന ആള് സംസാരം നിർത്തിയിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു വെളിപ്പാട് ലഭിച്ചു, പറയാനുള്ളതായിരിക്കുന്ന അവസരം നൽകണമെന്നാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് അതിനുള്ളതായിരിക്കുന്ന അവസരം നൽകണം. അപ്പൊ അത് കാണിക്കുന്നത് വെളിപ്പാട് നേരിട്ട് പറയുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. അങ്ങനെ ഒരു ശുശ്രൂഷയായിരുന്നു യഥാർത്ഥത്തിൽ പ്രവചന വരം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരുടെയോ അപ്പോസ്തലന്മാരുടെയോ വചനത്തെ മറ്റൊരാൾ തിരുത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല, വിവേചിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ വിവേചിച്ച് തിരുത്താനായിട്ടുള്ള അധികാരവും ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും അവര് തിരുത്തി പറയാനായിട്ട് ആരും മുതിർന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. പ്രവാചകന്മാർ തന്നെ അത് തിരുത്തി പറയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തിരുത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പ്രവചനത്തിന്റെ ഉദ്ദേശം അത് പഠിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണെങ്കിൽ ഈ വേദഭാഗത്ത് അങ്ങനെ പറയുന്നത് കൊണ്ട് എടുത്തു പറയുകയാണ്. പ്രവാചകന്മാര് ഉപദേഷ്ടാക്കന്മാരും പ്രബോധകന്മാരും ആയിരുന്നു എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനെയുള്ള കഴിവും അവർക്ക് ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ വരം പ്രവചന വരമാണ്. പ്രവചിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാനും പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിർത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. അത്തരം ഒരു മാനസിക അവസ്ഥയിലാണ് ആദ്യ നൂറ്റാണ്ടിലെ പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് കരിസ്മാറ്റിക് പെന്തക്കോസ്തുകാരുടെ മധ്യത്തിലുള്ള പ്രവാചകന്മാർ പറയുന്ന പോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഉന്മാദാവസ്ഥയിൽ അവരെത്തിച്ചേരുന്നു എന്ന അർത്ഥത്തിലായിരുന്നില്ല. വളരെ സുബോധത്തോടു കൂടെയാണ് അവർ ആ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല, പ്രവചന ശുശ്രൂഷ കലക്കത്തിന്റെ ശുശ്രൂഷ ആയിരുന്നില്ല, സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ ഒരു ശുശ്രൂഷയായിരുന്നു പ്രവചന ശുശ്രൂഷ. സഭയിൽ ഭിന്നത ഉണ്ടാക്കുകയും സഭായോഗം അലങ്കോലമാക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയായിരുന്നില്ല. പുതിയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷ അത്തരം ഒരു ശുശ്രൂഷ ആയിരുന്നില്ല, മറിച്ച് സഭയുടെ ഐക്യവും സമാധാനവും സഭയ്ക്കുള്ളിൽ നിലനിർത്തുന്ന തരത്തിലുള്ള ശുശ്രൂഷയാണ് അവർ ചെയ്തിരുന്നത് നമുക്കറിയാം. സ്ത്രീകളെ സംബന്ധിച്ച് സഭായോഗങ്ങളിൽ പ്രവചന വരമുണ്ടെങ്കിലും അവർക്ക് സംസാരിക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നും ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ പ്രവചന വരത്തിന്റെ ഉപയോഗക്രമത്തെ കുറിച്ച് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഇന്ന് പ്രവചന വരത്തിന്റെ പ്രസക്തി എന്താണ്? അതാണല്ലോ ഈ പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രവചന വരത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന വശം തിരുവെഴുത്തുകളുടെ പൂർത്തീകരണത്തോടെ അവസാനിച്ചു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. പുതിയ വെളിപ്പാടുകൾ പ്രാപിച്ച് പ്രവചിക്കുന്ന ആ രീതി ഇന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ സഭയ്ക്ക് വെളിപ്പെടുത്തുവാനിരുന്ന എല്ലാ വെളിപ്പാടുകളും നൽകുകയും അവ രേഖയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കാരണം. ദൈവം ഇനി ഒരു പുതിയ വെളിപ്പാട് നൽകുന്നില്ല. പുതിയ വെളിപ്പാട് നൽകുന്നുണ്ടെങ്കിൽ തിരുവെഴുത്തുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല, തിരുവെഴുത്തുകൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. എന്നാൽ തിരുവെഴുത്തുകൾ രേഖയാക്കുന്നത് വരെ ദൈവം സഭയ്ക്ക് നൽകിയതായിരിക്കുന്ന വെളിപ്പാടുകൾ പോലെയുള്ള വെളിപ്പാടുകൾ ഇന്ന് തുടരുന്നില്ല. അങ്ങനെ തുടരുവാനായിട്ട് സാധിക്കുകയുമില്ല. അങ്ങനെ തുടർന്നാൽ തിരുവെഴുത്തുകൾ പൂർത്തീകരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. പെന്തക്കോസ്ത് കരിസ്മാറ്റിക് വിഭാഗത്തിലുള്ളവരായിരിക്കുന്ന ആളുകൾ ബൈബിൾ പൂർത്തീകരിക്കപ്പെട്ടൊരു പുസ്തകമാണ് എന്ന് പറയും. അപ്പോൾ തന്നെ അവർ പിന്നെയും പറയും, പ്രവചനങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ പോലെ തന്നെ പുതിയ വെളിപ്പാടുകൾ ഇന്നും എന്ത് ചെയ്യുന്നു, തുടരുന്നു എന്നും പറയും. അപ്പൊ അത് രണ്ടും യോജിച്ചു പോകുന്ന ഒരു കാര്യം അല്ല. അത് പ്രവാചകന്മാർക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാടുകൾ
ആ വെളിപ്പാടുകൾ തിരുവെഴുത്തിന്റെ ഭാഗമായി അപ്പോസ്തോലിക അധികാരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി പുതിയ വെളിപ്പാടുകൾ അങ്ങനെ ഉണ്ടാകുക സാധ്യമല്ല. കാരണം അവയെ സ്ഥിരീകരിക്കുന്ന അപ്പോസ്തോലന്മാരും ഇന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അങ്ങനെയുള്ള പുതിയ വെളിപ്പാടുകൾ പ്രവചന വരത്തിലൂടെ ഇന്ന് നൽകപ്പെടുന്നില്ല. അങ്ങനെയുള്ള പ്രവചന വരം ഒരർത്ഥത്തിൽ ഇന്ന് നീക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ പ്രവാചകൻ, അതായത് എഴുതപ്പെട്ടതായിരിക്കുന്ന തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന പ്രവാചകന്മാര് ഇന്നും തുടരുന്നു എന്ന് നമുക്ക് അധ്യായത്തിന്റെ 11 മുതലുള്ളതായിരിക്കുന്ന നാലാം അധ്യായത്തിന്റെ 11 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്ന ദാനങ്ങൾ എന്താണ്? ആ ദാനങ്ങൾ അത് സഭയുടെ പൂർത്തീകരണം വരെ നിലനിൽക്കേണ്ട ദാനങ്ങൾ എന്ന നിലയിലാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, നാം എല്ലാവരും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം നൽകപ്പെട്ടിരിക്കുന്ന ദാനങ്ങൾ എന്നാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11 മുതൽ പറയുന്ന സ്ഥലത്തുള്ള ദാനങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ ദാനങ്ങളെല്ലാം ഒരു എന്താണ്, അതൊക്കെ ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. സഭയുടെ ആരംഭം മുതൽ അതിന്റെ പൂർത്തീകരണം വരെ നിലനിൽക്കുന്ന ഒരു ക്രമീകരണമാണ് യഥാർത്ഥത്തില് എഫെസ്യ ലേഖനത്തിൽ പറയുന്നതായിരിക്കുന്ന ക്രമീകരണം. അതിനാൽ സഭയുടെ പൂർത്തീകരണം വരെ പ്രവാചകന്മാര് സഭയിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്കിലും അത്ഭുതകരമായ നിലയിൽ വെളിപ്പാടുകൾ ലഭിച്ച് പറയുന്നതായിരിക്കുന്ന പ്രവാചകന്മാര് ആ പ്രവചന വരം ഇന്ന് നിലനിൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രവാചകന്മാർ, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ നിലനിൽക്കുന്നതിന്റെ ഉദ്ദേശം സഭയെ അതിന്റെ പൂർണ്ണതയിൽ വളർത്തുന്നതിന് വേണ്ടിയാണ്. കർത്താവിന്റെ സഭ അതിന്റെ എല്ലാ അർത്ഥത്തിലും വളർച്ച പ്രാപിച്ച് പൂർണ്ണത പ്രാപിക്കുന്നത് വരെ നിലനിൽക്കുന്ന ദാനങ്ങളെ കുറിച്ചാണ് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയുള്ള ദാനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കുവാനാണ് കൂടുതൽ ന്യായമുള്ളത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രവചനവരത്തിന്റെ അത്ഭുതപരമായിരിക്കുന്ന സ്വഭാവം ഇന്നില്ല. കാരണം അത് വെളിപ്പാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള അത്ഭുത വശങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ല. ഇന്ന് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചന ശുശ്രൂഷയാണ് നിലനിൽക്കുന്നത്. അത് സഭയുടെ ആത്മീക അഭിവൃദ്ധിക്കും കെട്ടുപണിക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം തന്നെയാണ്. അത്തരം പ്രവാചകന്മാർ ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രവചന വരത്തെ കുറിച്ച് പൊതുവെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി തുടർന്ന് ചർച്ചയ്ക്ക് അത് വിടുകയാണ്. ചർച്ചയ്ക്കും അതുപോലെ തന്നെ ആ വിഷയത്തില് നമുക്ക് ദൈവവചനം തരുന്ന വെളിച്ചം എന്താണ് എന്ന് പരിശോധിക്കുന്നതിനും ഉള്ള ഒരു അവസരമായിട്ട് തുടർന്നുള്ള സമയം നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ പ്രവചനവരം അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച്, എന്താണ് പ്രവചനം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേട്ടു. പ്രവചനവരത്തിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം, പ്രവചനവരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രിയ അങ്കിളിലൂടെ നമ്മൾ കേട്ടോണ്ടിരുന്നത്.